കഥ ആരംഭിക്കുന്നത് ബാംഗ്ലൂരിലെ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിന് മുമ്പിൽ നിന്നുമാണ്. അവിടെ കോഴ്സിന് ചേരുവാൻ കേരളത്തിൽ നിന്ന് 2 പയ്യന്മാർ എത്തിയിരുന്നു. അജു എന്നും ബിബി എന്നുമാണ് അവരുടെ പേരുകൾ. അഡ്മിഷന് ശേഷം ഹോസ്റ്റൽ പ്രവേശനത്തിനായി കാത്തുനിൽക്കുമ്പോഴായിരുന്നു ഇരുവരും കണ്ടുമുട്ടുന്നത്. ഇരുവർക്കും മുന്നേ പരിചയമുണ്ട്. അതേ കോളേജിൽ BK എന്ന പേരിൽ ഒരു ക്ലർക്കുണ്ടായിരുന്നു. BK നൈസായിട്ട് കോളേജ് ഹോസ്റ്റലിൽ നിൽക്കാൻ പോയ അജുവിനെയും ബിബിയെയും അവരുടെ പാരന്റ്സിനെ സ്വാധീനിപ്പിച്ച് BK എന്ന പേരിൽ പുറത്തുള്ള ഹോസ്റ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അജുവിനും ബിബിക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്ത് ഹോസ്റ്റലാകുമ്പോ സ്വാതന്ത്ര്യത്തിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ലല്ലോ. ആ ഹോസ്റ്റലിൽ അവരുടെ റൂംമേറ്റും സുഹൃത്തുമായി ശാന്തൻ എന്ന മറ്റൊരു വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു. ശാന്തനും അവരുടെ അതേ കോഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. ബിബിയുടെ അമ്മ വളരെ സ്നേഹസമ്പന്നയാണ്. മകന്റെ കാര്യം എപ്പോഴും അന്വേഷിക്കുകയും സുഖവിവരങ്ങൾ തിരക്കുകയും ചെയ്യും. മോൻ ഹാപ്പിയാണോ എന്ന ഡയലോഗാണ് അമ്മയുടെ ഹൈലൈറ്റ്. അല്പം പരിചയമുള്ള പുതിയ ആരെ കണ്ടാലും അമ്മ അത് ചോദിക്കും. അങ്ങനെ മക്കളെ BK ഹോസ്റ്റലിലാക്കി പാരന്റ്സ് മടങ്ങുകയാണ്. അതോടെ അവരുടെ ആഘോഷങ്ങളും തുടങ്ങുകയായിരുന്നു. പക്ഷെ കോളേജ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെയധികം റാഗിംഗ് ഒക്കെ നടക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഭയന്നിട്ടായിരുന്നു ഇവർ കോളേജിൽ പോയിരുന്നത്. അന്ന് വൈകിട്ട് BK ഹോസ്റ്റലിൽ കുട്ടികൾ മീറ്റിംഗ് നടത്തി മദ്യപിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ആ സമയം അവിടുത്തെ ചില കുട്ടികൾ സീനിയേഴ്സിന്റെ റാഗിങ്ങിൽപ്പെട്ട വിവരമൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അജുടൻ അതിനെതിരെ നിൽക്കാൻ ഒരു അഭിപ്രായം പറഞ്ഞു. സീനിയേഴ്സൊക്കെ കുറെ കൊല്ലങ്ങളായിട്ട് ഒന്നിച്ചുള്ളത് കൊണ്ട് അവർക്കിടയിൽ ഈ ബോണ്ടിംഗ് ഒക്കെ ഉള്ളത്. നമ്മളിവിടെ 22 പേരുണ്ട്. നമ്മൾ ഒന്നിച്ചു നിന്ന ഒരു സീനിയേഴ്സിനും നമ്മളെ റാഗ് ചെയ്യാൻ സാധിക്കില്ല. അജുവിന്റെ ആ അഭിപ്രായത്തിന് കുട്ടികളൊക്കെയും ചിയേഴ്സ് പറയുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് അവർ ഒരു ടീമായിട്ടായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സീനിയേഴ്സിന്റെ റാഗിംഗ് ഒന്നും അവർ കേൾക്കേണ്ടിയും വരുന്നില്ല. ശാന്തനാകട്ടെ സീനിയേഴ്സിനെ ചെറിയ രീതിയിൽ ടീസ് ചെയ്യാൻ ആ സംഘബലം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകിട്ട് പുറത്തുപോയ ശാന്തൻ ഓടിവന്ന് അജുവിനോട് പറയുകയാണ്, എടാ പുറത്ത് 2 സീനിയേഴ്സ് നിൽപ്പുണ്ടായിരുന്നു. അവന്മാരെന്റെ പേര് ചോദിച്ചു. നീ പോടാ പുല്ലേ എന്നും പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. അത് കേട്ടതും അജു ഒന്ന് ഞെട്ടി. എന്തിനാടാ നീ അത് പറഞ്ഞ? അവന്മാര് നിന്റെ പേരല്ലേ ചോദിച്ചോളൂ. അതിനെപ്പറ്റി കൂട്ടുകാർക്കിടയിൽ തന്നെ സംസാരമുണ്ടായി നിൽക്കെ അങ്ങോട്ടേക്ക് 2 സീനിയേഴ്സ് ബൈക്കിൽ വന്നു. ശാന്തനോട് മുമ്പോട്ട് വരാൻ പറഞ്ഞു. ശാന്തൻ ഭയന്നു നിൽക്കുകയായിരുന്നു. പുറകിലിരുന്ന പൊക്കം കുറഞ്ഞ പയ്യൻ സീനിയേഴ്സാടാ ഇങ്ങോട്ട് വാടാ എന്ന് പറയുന്നത് കേട്ടതും ബിബി ഒന്ന് ചിരിക്കുകയും ചെയ്തു. പുറകിലിരുന്നവൻ അവരെ രൂക്ഷമായി നോക്കി. അജു മുന്നിട്ട് വന്ന്, ചേട്ടാ സീനിയേഴ്സ് ഒക്കെ അങ്ങ് കോളേജില്, ഇത് ഹോസ്റ്റലാ എന്ന് അവരോട് മൊടയായിട്ട് തന്നെ പറഞ്ഞു. അപ്പോഴേക്കും കാഴ്ച കാണുവാൻ മൊത്തം ഹോസ്റ്റൽ പിള്ളേരും വന്നു നിറഞ്ഞിരുന്നു. അതോടെ വന്നവർ ബൈക്കെടുത്ത് പോവുകയാണ്. അപ്പോഴാണ് മറ്റൊരു പയ്യൻ ഓടി വന്ന് അജുവിനോടും ബിബിയോടും ശാന്തനോടുമായി ഒരു കാര്യം പറയുന്നത്. ബൈക്കിൽ പിന്നിലിരുന്ന് വന്നവനാണ് കുട്ടി എന്ന സീനിയർ, കോളേജിലെ സീനിയേഴ്സിന്റെ തലവൻ, റാഗിംഗ് ചെയ്യുന്ന സംഘത്തിന്റെ നേതാവ്. വിവരം അറിഞ്ഞതും അവരുടെ ഉള്ളിൽ ഭയം നിറയുകയാണ്. എന്തായാലും രാത്രിയിൽ സീനിയേഴ്സ് ഹോസ്റ്റൽ ആക്രമിക്കാനെത്തും എന്ന ഭീതി അവർക്കുള്ളിൽ വരുന്നു. ഏവരും ഒന്നിച്ചു നിന്ന് പോരടിക്കണം എന്നൊക്കെ അജു എല്ലാവരോടും പറയുകയാണ്. കയ്യിൽ കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്ത് അവർ തയ്യാറായും നിന്നു. പക്ഷേ വന്നെത്തിയ സീനിയേഴ്സിന്റെ സംഘം അത്രമേൽ വലുതായിരുന്നു. അതോടെ കൂടെ നിന്ന ഏവരും ഭയന്ന് പിന്മാറുന്നു. അജുവും ബിബിയും ശാന്തനും ഒറ്റപ്പെട്ടു. കുട്ടിയുടെ ഓമ്നി വാനിൽ സീനിയേഴ്സ് അവരെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. തങ്ങളെ അപമാനിച്ചതിനും പരിഹസിച്ചതിനും ഒക്കെ ചേർത്ത് 2 ദിവസം അവരുടെ തട്ടകത്തിൽ അടച്ചുവെച്ച് സീനിയേഴ്സ് മൂവരെയും കണക്കിന് മർദ്ദിച്ചു. അജുവിന്റെ ഉള്ളിൽ ഇതൊക്കെ വലിയ രോഷം തന്നെ ആളിക്കത്തിക്കുന്നുണ്ട്. എങ്ങനെയും കുട്ടിക്കും സംഘത്തിനുമെതിരെ പ്രതികാരം ചെയ്യണം എന്നൊരു വെറി അജുവിന്റെ ഉള്ളിൽ രൂപപ്പെടുന്നു. പക്ഷെ അതിന് അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് വേണം എന്ന രീതിയിൽ സംസാരം വരികയാണ്. എന്ത് വില കൊടുത്തും അവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കി സീനിയേഴ്സിനെതിരെ തിരിച്ചടിക്കണം എന്ന് തന്നെ അജു ഉറപ്പിച്ചു പറഞ്ഞു. ബിബിയും അജുവിന്റെ കൂടെ നിന്നു. അജുവും ബിബിയും നിൽക്കുമ്പോ ശാന്തനും അങ്ങനെ ഒഴിഞ്ഞുമാറാൻ പറ്റില്ലായിരുന്നു. കാര്യം തല്ലലൊക്കെ കഴിഞ്ഞ് കുട്ടി അവരോട് ഒക്കെ കോംപ്രമൈസായി. ഇനി അവരുടെ എന്ത് കാര്യത്തിനും താനുണ്ട് എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ്. പക്ഷെ അപമാനം തന്നെയാണല്ലോ. അതുകൊണ്ട് സീനിയേഴ്സിനെ തിരിച്ചടിക്കാനുള്ള ദൗത്യത്തിൽ അവർ ഒന്നുചേരുന്നു. ആദ്യഘട്ടത്തിൽ അവിടുത്തെ ഗുണ്ടകളായിട്ടുള്ളവരെ കണ്ടെത്തി സൗഹൃദം സ്ഥാപിക്കാനായിരുന്നു അവർ പദ്ധതിയിടുന്നത്. അതിനുവേണ്ടി ബാറുകളൊക്കെ അവർ സന്ദർശിക്കാൻ തുടങ്ങി. നാളുകൾ കടന്നുപോയിട്ടും അവർക്ക് പറ്റുന്ന ഒരാളെ അവർക്ക് കണ്ടുകിട്ടിയില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ അവർ നിരാശരായിരിക്കുന്ന സമയത്തായിരുന്നു വെള്ളയും ധരിച്ച് കുറെ സ്വർണ്ണ ചെയിനൊക്കെ ധരിച്ചിരിക്കുന്ന രംഗ എന്നൊരു വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആദ്യം ഒരു കോമഡി പീസിനെ പോലെ തോന്നിച്ച രംഗ ഒരു വലിയ ഗ്യാങ്സ്റ്റർ ആണെന്ന് അവർ തിരിച്ചറിയുകയാണ്. ഒരു ടേബിളിൽ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു രംഗ. രംഗക്ക് ബിബിയെ അങ്ങ് ഇഷ്ടപ്പെട്ടു. വൈകാതെ രംഗ 3 പേരുമായി സൗഹൃദത്തിലാവുകയാണ്. അവർക്ക് വേണ്ട മദ്യവും ഫുഡും ഒക്കെയും രംഗ സ്പോൺസർ ചെയ്തു. രംഗയുടെ ജീവിതത്തിലേക്ക് അവരും അവരുടെ ജീവിതത്തിലേക്ക് രംഗയും നടന്നു കയറുകയായിരുന്നു. അത്രയും വലിയൊരു ഗ്യാങ്സ്റ്ററുമായി ബന്ധമുണ്ടാക്കിയത് അവർക്ക് വലിയ സന്തോഷമായി തോന്നി
തുടങ്ങി. രംഗയുടെ ഗ്യാങ്സ്റ്റർ സംഘത്തിലെ ഓരോരുത്തരുമായും അവർ പരിചയപ്പെട്ടു. ആ കൂട്ടത്തിൽ രംഗയുടെ വലങ്കൈയായിരുന്നു അംബാൻ. രംഗയുടെ പ്രവൃത്തികളും മറ്റും ഒരു കോമഡി പീസിനെ പോലെ ആയതിനാൽ രംഗ ശരിക്കും ഒരു വലിയ ഗ്യാങ്സ്റ്റർ ആണോ എന്ന കാര്യത്തിൽ പതിയെ പതിയെ ഇവർക്കൊക്കെ സംശയം വരുന്നുണ്ട്. രംഗയുടെ കഥ എന്താണ്, രംഗ എങ്ങനെ ഇത്ര സെറ്റപ്പായത് എന്ന ചോദ്യത്തിൽ അംബാൻ കുട്ടികളോട് രംഗയെപ്പറ്റി വിശദീകരിച്ച് പറയാൻ തുടങ്ങുന്നു. രംഗ പണ്ട് സ്കൂൾ ടൈമിൽ പഠിക്കുമ്പോൾ ഒരു ബന്ധുവിന്റെ കടയിൽ പാർട്ട് ടൈം ജ്യൂസ് മേക്കറായി ജോലി നോക്കിയിരുന്നു. സ്വന്തം ചേട്ടനെ പോലെ ആയിരുന്നു രംഗ ആ ബന്ധുവിനെ കരുതിയിരുന്നത്. പക്ഷെ അയാളാകട്ടെ രംഗയുടെ പണം മുഴുവനെടുത്ത് ഒരു പൊട്ട ഷെയർ മാർക്കറ്റ് കമ്പനി കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. കമ്പനിയാകട്ടെ അന്ന് 8 നില പൊട്ടി. രംഗ കോളേജിൽ ചേരാൻ വെച്ച പണമായിരുന്നു അത്. അതോടെ രംഗക്ക് കോളേജിൽ പോകാൻ പറ്റാതായി. രംഗ അവിടെ ജ്യൂസ് മേക്കറായി തന്നെ തുടരേണ്ടി വന്നു. പക്ഷേ രംഗയുടെ ഭാഗ്യം എന്തെന്നാൽ പിന്നീട് രംഗയുടെ പണം നിക്ഷേപിക്കപ്പെട്ട് ആ കമ്പനി ക്ലച്ച് പിടിക്കുകയും നിക്ഷേപിച്ച പണം 40 ഇരട്ടിക്കും മേലെയായി തിരിച്ചു കിട്ടുകയും ചെയ്തു. ഗ്യാങ്സ്റ്റേഴ്സ് ഒക്കെ കൈയടിച്ച് ആഘോഷിക്കുന്നുണ്ട് അത് കേട്ട്. പക്ഷേ അജുവിനും ബിബിക്കും ഇതെന്തോന്ന് കഥ എന്ന ഭാവമായിരുന്നു. ശാന്തനാണെങ്കിൽ ബാക്കി എന്തെന്ന് ചോദിക്കുകയും ചെയ്തു. അമ്പാൻ പറഞ്ഞു. പിന്നീട് ആ ചേട്ടൻ വീണ്ടും വന്നു. കിട്ടിയ പണം മുഴുവൻ വാങ്ങി ബാംഗ്ലൂരില് കുറെ തരിച്ചുഭൂമി അങ്ങ് വാങ്ങി. തരിച്ചുഭൂമിയാണല്ലോ, ആരെന്തു വന്നു വാങ്ങാനാ, പണം അവിടെ പെട്ടു. രംഗണ്ണന് വേറെ വഴിയില്ലല്ലോ. അണ്ണൻ വീണ്ടും അടി തുടങ്ങി. ജ്യൂസ് തന്നെ. അങ്ങനെയിരിക്കെ ജ്യൂസ് കടയിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സ് ചില പ്രശ്നമുണ്ടാക്കാൻ ജ്യൂസ് കടയിലെത്തി. അവിടെ നിന്ന് മാറിപ്പോകണം എന്ന് രംഗ വന്ന് അവരോട് പറഞ്ഞെങ്കിലും അവരത് ചെവികൊണ്ടില്ല. അതോടെ രംഗ അവരെയൊക്കെ ഇടിച്ചു തെറിപ്പിച്ചു. റെഡ്ഡിയുടെ ആളുകളായിരുന്നു അത്. വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് നടക്കുന്ന വലിയൊരു ഗ്യാങ്സ്റ്ററാണ് റെഡ്ഡി. റെഡ്ഡി അന്നായിരുന്നു രംഗയെ നേരിൽ കാണുന്നത്. രംഗയുടെ കഴിവ് കണ്ട റെഡ്ഡി രംഗയെ തന്റെ ടീമിലേക്ക് ഹയർ ചെയ്തു. അങ്ങനെ രംഗ ഒരു ഗ്യാങ്സ്റ്ററായി മാറി. സോഡ ഓപ്പണർ ആയുധമുണ്ടാക്കി റെഡ്ഡി രംഗക്ക് കൈമാറി. രംഗയുടെ കഴിവ് അതിഭയങ്കരം തന്നെ ആയിരുന്നു. എതിരാളികൾക്ക് മുകളിലൂടെ ചാടി ഓരോരുത്തരെയും കൊലപ്പെടുത്തുന്ന വളരെ മികച്ച നീക്കങ്ങൾ. ശക്തനായ ഒരു ഗ്യാങ്സ്റ്റർ 30 ഗുണ്ടകൾ വരെ നിന്നു നെപ്പി രംഗണ്ണൻ കുത്തിമലർത്തിയിട്ടുണ്ട്. രംഗണ്ണന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഗുണ്ടാപ്പണിയൊക്കെ ആയപ്പോ രംഗണ്ണന്റെ അമ്മ രംഗണ്ണനെ വിട്ടുപോയി. രംഗണ്ണനൊന്ന് കുലുങ്ങിയതേയില്ല. കരിങ്കല്ല് പോലെ നിന്നു. ഒരു ഭിത്തിയിലേക്ക് നോക്കി കൈകൾ പുറകിൽ കെട്ടി ഒരൊറ്റ നിൽപ്പ്. കുറച്ചു കഴിഞ്ഞതും രംഗണ്ണൻ സ്വന്തം സെറ്റപ്പ് ആരംഭിച്ചു. അങ്ങനെ രംഗണ്ണൻ ഇന്ന് കാണുന്ന രംഗണ്ണനായി. എന്തു വലിയ തള്ളുകഥയാ എന്നായിരുന്നു ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ബിബിയും ശാന്തനും അജുവും പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത്. കള്ളും ഫുഡും ഒക്കെ കിട്ടുന്നതാണല്ലോ, ഒരു ചെവി കൂടെ കേട്ട് വേറൊരു ചെവി കൂടെ വിട്ടാ മതി എന്ന ഭാവമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഇരിക്കെയാണ് രംഗണ്ണൻ കുറെ തവണ അവർ മൂവരും ചോദിച്ചിട്ടും പറ്റില്ലെന്ന് പറഞ്ഞ കാര്യത്തിന് അവരെ ക്ഷണിക്കുന്നത്. അന്ന് രാത്രിയിൽ ഒരു ഗ്യാങ്സ്റ്റർ തല്ലു പരിപാടിയുണ്ട്, അതിന് അവരെയും കൊണ്ടുപോകാമെന്ന്. അങ്ങനെ അവർ രംഗണ്ണന്റെ വീട്ടിലേക്ക് എത്തുന്നു. രംഗണ്ണന്റെ വീട് കൊട്ടാര സമാനമായിരുന്നു. ബെൻസ് അടക്കമുള്ള കാറുകളുണ്ട്. പക്ഷെ രംഗണ്ണന് ഒരു കോളീസാണ് ഇഷ്ടം. ഇതെങ്ങനെ രംഗണ്ണൻ ഇത്രയും സ്വത്തൊക്കെ വന്നു എന്നു ചോദിക്കുമ്പോ പണ്ട് രംഗണ്ണന്റെ ചേട്ടൻ കുറെ തരിശുഭൂമി വാങ്ങിയിട്ടില്ലേ, അവിടെയാ ഇപ്പത്തെ ബാംഗ്ലൂർ എയർപോർട്ട് ഉള്ളത്. അന്നതിന് രംഗണ്ണന് കുറെ പണം കിട്ടി. അങ്ങനെ രംഗണ്ണൻ സെറ്റപ്പ് ആയതല്ലേ എന്നായിരുന്നു അമ്പാന്റെ മറുപടി. പക്ഷെ അതിലും ഒരു ടെസ്റ്റ് ഉണ്ട്. തരിശുഭൂമിക്ക് കുറെ പണം കിട്ടുമെന്ന് കേട്ടതും രംഗണ്ണന്റെ പൈസ കൊടുത്തിരുന്ന ചേട്ടൻ രംഗണ്ണനടുത്ത് നിന്ന് ചതിച്ചത് വാങ്ങുവാൻ വേണ്ടി രംഗണ്ണന്റെ അടുത്തെത്തി. രംഗണ്ണനെ കൊല്ലാൻ ശ്രമിച്ചു. രംഗണ്ണൻ എന്ന ആ ചേട്ടനെ കൊന്ന് അവിടുത്തെ ഭിത്തിയിൽ മുഴുവൻ അയാളുടെ ചോര കൊണ്ട് പെയിന്റ് അടിച്ചു. അടുക്കളയിൽ അയാളുടെ ശവശരീരം കുഴിച്ചിടുകയും ചെയ്തു. ചോരയടിച്ച ഭിത്തിയിലേക്ക് നോക്കി രംഗണ്ണൻ അലറി വിളിച്ചു. രംഗണ്ണന്റെ കൂട്ടത്തിലുള്ള ഗുണ്ടകളിൽ പലരും രംഗണ്ണനെ കൊല്ലാൻ വന്ന ശേഷം പരാജയപ്പെട്ട് രംഗണ്ണന്റെ ആളുകളായി മാറിയവരാണ്. ഇതിനിടയിൽ അവർ മൂവരും വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഫൈറ്റിന് പോയാലും രംഗണ്ണൻ ആരെയും തല്ലാറില്ല. ഏവരോടും തല്ലു എന്നൊക്കെ പറഞ്ഞ് അലറാറേ ഉള്ളൂ. അതിനും കാരണമുണ്ടത്രേ. അമ്പാനാണ് അതും പറഞ്ഞത്. രംഗണ്ണൻ ഒക്കെയും നിർത്തി അമ്മയ്ക്കടുത്തേക്ക് തിരിച്ചു പോവാൻ അമ്മയെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും അമ്മ മരിച്ചുപോയി. അതിൽ പിന്നെ രംഗണ്ണൻ ആരെയും തല്ലാറില്ല. അന്ന് ഈ കഥകളൊക്കെ കേട്ട് ഫൈറ്റും കണ്ട് മദ്യപിച്ച അവശതയിലായിരുന്നു രാത്രി വൈകി കുട്ടികൾ BK ഹോസ്റ്റലിലേക്ക് എത്തുന്നത്. ഗേറ്റ് തുറക്കാൻ പോയ BK എന്ന് ഇത്തരത്തിൽ പരിപാടിയൊന്നും ശരിയാവില്ല എന്ന മട്ടിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. രംഗ അത് കേട്ടിരുന്നു. രംഗക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതോടെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യിപ്പിച്ച് മൂവരെയും രംഗ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോ മൂവരും രംഗയുടെ പഴയ വീട്ടിലായിരുന്നു. അവർക്ക് വേണ്ട അത്രയും മദ്യവും സൗകര്യങ്ങളുമൊക്കെ രംഗ അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. അവിടെ എൻജോയ് ചെയ്ത് ജീവിച്ചോ എന്ന് രംഗ പയ്യന്മാരോട് പറയുകയാണ്. അവർക്കായി ഒരു ബുള്ളറ്റും രംഗ വാങ്ങി നൽകി. അടുത്ത ദിവസം ബുള്ളറ്റുമായി പയ്യന്മാർ കോളേജിലെത്തിയെങ്കിലും സീനിയർ കുട്ടി ബുള്ളറ്റ് വാങ്ങി ഓടിച്ച് കോളേജിന് വെളിയിലത് കൊണ്ടുവയ്ക്കുകയും സീനിയേഴ്സ് അല്ലാത്തവർ ബുള്ളറ്റിന് കോളേജിൽ വന്ന സീനിയേഴ്സിന് അത് അപമാനമല്ലേ, ഇനി ബുള്ളറ്റ് വരണ്ട എന്നൊക്കെ അവരോട് പറയുകയും ചെയ്തു. അതൊക്കെ അജുവിനും ബിബിക്കും ശാന്തനും വല്ലാത്ത കലിപ്പുണ്ടാക്കുന്നുണ്ട്. കുട്ടിക്കെതിരെ തിരിച്ചടിക്കാനാണല്ലോ അവർ രംഗയുമായി കമ്പനിയായത്. ആ കാര്യം രംഗയോട് അവതരിപ്പിക്കാൻ തന്നെ ഒടുവിൽ അവർ തീരുമാനിക്കുകയാണ്.
അതിനു പറ്റിയൊരു അവസരവും അവർക്ക് വീണ് കിട്ടി. നേർക്കുനേരെയല്ലാത്ത രീതിയിൽ അവർ മൂവരും ചേർന്ന് കുട്ടി തങ്ങളെ കൊണ്ടുപോയി തല്ലിയ കാര്യം രംഗയ്ക്കും സംഘത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നു. തന്റെ കൂട്ടത്തിലെ ഒരാളെ തൊട്ടാൽ അത്രമേൽ കലിതുള്ളുന്നവനാണ് രംഗ. തന്റെ സ്വന്തം പിള്ളേരായി കരുതുന്ന അവരെ തൊട്ടാൽ രംഗ ചുമ്മാതിരിക്കുമോ? കുട്ടിയെയും സംഘത്തെയും ഒരു പാഠം പഠിപ്പിക്കാൻ രംഗ തീരുമാനിക്കുന്നു. അപ്പോൾ തന്നെ പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും കുട്ടികൾ അവരെ തടഞ്ഞു. നാളെ ഉച്ചക്ക് കോളേജിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഹോളി ആഘോഷം നടക്കുമ്പോഴായിരുന്നു രംഗയും അമ്പാനും രംഗയുടെ ഡ്രൈവറും കൂടി കോളേജിന് മുന്നിലേക്ക് വന്നെത്തുന്നത്. അബിയോട് കുട്ടിയെ വിളിക്കാൻ രംഗ ആവശ്യപ്പെട്ടു. കുട്ടിക്ക് ഫോൺ ചെയ്ത അബി കുട്ടിയെ തെറിവിളിച്ച് ചീത്ത പറഞ്ഞ് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ജൂനിയർ സീനിയറിന് ചീത്ത പറഞ്ഞാൽ സീനിയർ സഹിക്കുമോ? കുട്ടി തന്റെ സംഘവുമായി പുറത്തേക്ക് ഓടിയെത്തി. രംഗയുടെ മുന്നിൽ വെച്ച് തന്നെ ബിബിയെ തല്ലി. അതോടെ രംഗ ചാടി എഴുന്നേറ്റ് അലറി വിളിക്കുകയാണ്. പിന്നെ അവിടെ നടന്നത് ശക്തമായ ഫൈറ്റായിരുന്നു. അമ്പാനും രംഗയുടെ ആളുകളും കൂടി കുട്ടിയെയും സംഘത്തെയും നല്ല രീതിയിൽ മർദ്ദിച്ചു. രംഗ ഓരോന്നും ചെയ്യുവാൻ ഓരോരുത്തരോടും അലറി വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഏവരെയും അടിച്ചിട്ട ശേഷം അജുവും ബിബിയും ശാന്തനും തന്റെ കുട്ടികളാണെന്ന് ഉച്ചത്തിൽ പറഞ്ഞ രംഗ അവരെ തൊട്ടാൽ വിവരമറിയും എന്ന തരത്തിൽ ഏവർക്കും ഒരു വാണിംഗ് കൂടി കൊടുത്ത് അവിടെ നിന്ന് പോന്നു. രംഗ ഇങ്ങനെ ഇവരോടൊക്കെ വലിയ താല്പര്യം കാണിക്കുന്നതിന് പിന്നിൽ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും കുട്ടികൾ മൂവരും അതോടെ ചെറിയ രീതിയിൽ ഹീറോസ് ആവുകയാണ്. ജാടയോടുകൂടി കോളേജിൽ പോയി സീനിയേഴ്സിന് മുമ്പിലൊക്കെ നടക്കാനും മറ്റും അവർ ആരംഭിക്കുന്നു. ഏവർക്കും മുമ്പിൽ അവർക്കൊരു വില വന്നതുപോലെ തന്നെ അവർക്ക് തോന്നുകയാണ്. അന്ന് രാത്രിയിലും രംഗണ്ണനൊപ്പം മദ്യപിച്ച് അവർ ചുറ്റിക്കറങ്ങുകയായിരുന്നു. രാത്രിയിൽ ഒരിടത്ത് വണ്ടി നിർത്തി അതിനുള്ളിൽ അവർ കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ബിബിയുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ഏവരും നല്ല ഉറക്കത്തിലാണ്. കോൾ കേട്ട് രംഗണ്ണൻ ഉണർന്നു. ബിബിയുടെ ഫോൺ എടുത്തു. വിളിക്കുന്നത് അമ്മയായിരുന്നു. അമ്മയെന്ന് കണ്ടതും രംഗണ്ണന് കോൾ കട്ട് ചെയ്യാൻ സാധിക്കില്ല. രംഗണ്ണൻ കോൾ എടുക്കുകയാണ്. ബിബി രാത്രി മുഴുവൻ പഠിച്ചിട്ട് ഇപ്പൊ ഉറങ്ങിയുള്ളൂ അമ്മ എന്ന് രംഗണ്ണൻ തള്ളിവിടുകയാണ്. ആരാ മോനെ നീ? ബിബിയുടെ കൂട്ടുകാരനാ? ശബ്ദം പുതുതാണല്ലോ എന്നമ്മ ചോദിക്കുകയാണ്. എന്റെ പേര് രംഗാന്ന, എന്നെ പറ്റി പറഞ്ഞു കാണില്ല എന്ന് രംഗണ്ണൻ പറയുമ്പോ അമ്മ പറഞ്ഞു, ഇല്ല, മോനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ രാത്രിയും കൂടി പറഞ്ഞുള്ളൂ, സ്വന്തം ചേട്ടനെ പോലാന്നാ പറഞ്ഞേ. അത് കേട്ടതും രംഗ പെട്ടെന്ന് വല്ലാതെ ഇമോഷണൽ ആകുന്നുണ്ട്. രംഗയുടെ കണ്ണൊക്കെ നിറഞ്ഞു. പിന്നാലെ എല്ലാവരോടും ബിബിയുടെ അമ്മ ചോദിക്കുന്ന ആ ചോദ്യം രംഗയോടും ചോദിച്ചു, മോൻ ഹാപ്പിയാണോ? അതുകൂടി കേട്ടതും രംഗയുടെ ഉള്ളിൽ രംഗയുടെ അമ്മയുടെ ഓർമ്മകൾ കൂടി അലയടിക്കുന്നു. ഞാൻ ഹാപ്പിയാ, രംഗ മറുപടി പറഞ്ഞു. ബിബി മോൻ ഹാപ്പിയാണോ? അവനിനി എപ്പോഴും ഹാപ്പി ആയിരിക്കും അമ്മ. വലിയ അർത്ഥത്തിൽ രംഗ അമ്മയോട് മറുപടി പറയുകയാണ്. പക്ഷേ കാര്യങ്ങൾ മാറിമറിയാൻ ആരംഭിക്കുകയായിരുന്നു. അജുവിനെയും ബിബിയെയും ശാന്തനുവിനെയും ഡെപ്യൂട്ടി ഡയറക്ടർ വിളിപ്പിച്ചു. അവരുടെ ഗ്യാങ്സ്റ്റർ ബന്ധങ്ങളെപ്പറ്റി അവരെ വാൺ ചെയ്യുകയും അവരുടെ വീട്ടിലേക്ക് വിളിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുകയും ചെയ്തു. അവരാകെ പരിഭ്രാന്തരാകുന്നുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് അജുവിന്റെയും ബിബിയുടെയും ശാന്തനിന്റെയും വീട്ടുകാർക്ക് മലയാളം ഒഴികെ മറ്റൊരു ഭാഷയും അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിച്ചതവർക്ക് മനസ്സിലായിട്ടുമില്ല. അതോടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞത് ഓരോ തരത്തിൽ മാറ്റിമറിച്ച് അവർ വീട്ടുകാരെ സമാധാനിപ്പിക്കുകയാണ്. വീണ്ടും അവർ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ മുമ്പിലെത്തി. ഇത്തവണ അയാൾ അവരോട് മലയാളത്തിൽ സംസാരിച്ചു. ഇത് നിങ്ങൾക്കുള്ള വാണിംഗ് ആണ്. ഇനിയും നിങ്ങൾ പ്രശ്നമൊപ്പിച്ചാൽ വീടുകളിലേക്ക് വിളിപോവുക മലയാളത്തിലായിരിക്കും എന്നായിരുന്നു അയാൾ പറഞ്ഞത്. അവർക്ക് വേണ്ടി ഒരു റീടെസ്റ്റ് നടത്തുമെന്നും അതിലവർ പാസ്സായിരിക്കണം എന്നും അയാൾ കനപ്പിച്ചു പറയുന്നു. അതിനൊക്കെ സമ്മതിച്ച് മൂവരും അവിടെ നിന്ന് പോരുകയാണ്. എന്തായാലും പഠിച്ചു പാസ്സായി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്നവർ തീരുമാനിക്കുന്നു. പക്ഷെ അന്ന് രാത്രിയും രംഗണ്ണന്റെ ഒപ്പം ഒരു കൊട്ടേഷൻ പരിപാടിക്ക് അവർ പോവുകയാണ്. അവിടെ വെച്ച് അവരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന വണ്ണം ഒരു പ്രശ്നത്തിലേക്കായിരുന്നു അവർ ചെന്നുപെടുന്നത്. അതവരെ വലിയ തോതിൽ ഭയപ്പെടുത്തുന്നുണ്ട്. 15 ദിവസം മാത്രമാണ് എക്സാമിന് ബാക്കിയുള്ളത്. വീണ്ടും അവർ പഠിക്കാനായി ശ്രമിക്കുന്നു. പക്ഷേ ഓരോ കാരണങ്ങളുമായി അത് നീണ്ടു പോവുകയായിരുന്നു. രംഗണ്ണന്റെ ബർത്ത്ഡേ വന്നു. ബർത്ത്ഡേ ആഘോഷം കാരണം പഠിക്കാൻ സാധിച്ചില്ല. രംഗണ്ണന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ രാത്രിയിൽ കളിക്കുവാൻ അവർ തീരുമാനിക്കുകയാണ്. രംഗണ്ണൻ ഏറെ ഇഷ്ടപ്പെട്ട ഡംചറാട്സ് കളിക്കാനായിരുന്നു അവർ തീരുമാനിക്കുന്നത്. ആദ്യമൊക്കെ കളി നല്ല രീതിയിൽ പോയി. ഒടുവിൽ രംഗണ്ണൻ മിണ്ടാതെ സിനിമയുടെ ആംഗ്യം കാണിക്കേണ്ടുന്ന സമയമായി. രംഗണ്ണന്റെ ആംഗ്യം കണ്ട് ഉത്തരം പറയേണ്ടുന്ന ബിബിക്കും അന്നങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്ന വേശ്യക്കും അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പതിയെ രംഗണ്ണന്റെ ഭാവം മാറി വന്നു. ഒരു സൈക്കോയെപ്പോലെ രംഗണ്ണൻ പെരുമാറാൻ തുടങ്ങി. ഏതു നിമിഷവും തങ്ങൾ വെട്ടിക്കൊല്ലപ്പെട്ടേക്കാം എന്നൊരു ഭീതി ബിബിയുടെ ഉള്ളിലേക്ക് പോലും വലിഞ്ഞു കയറി. തുടർച്ചയായി കുറെ സിനിമാ പേരുകൾ അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ഒന്ന് ശരിയാവുക
മനസ്സിലാവുകയാണ് കറക്റ്റെന്ന് രംഗണ്ണൻ അലറി വിളിച്ചു. അപ്പോൾ മാത്രമായിരുന്നു ബിബിക്കും കൂടെയുള്ള ആ സ്ത്രീക്കും ശ്വാസം നേരെ വീണത്. ഏവരും വലിയ ശബ്ദത്തിൽ ആവേശമുണർത്തി. അന്ന് രാത്രിയിലൊക്കെ കഴിഞ്ഞ് രംഗയും ടീമും മടങ്ങിപ്പോയപ്പോൾ ബിബിയുടെ ഉള്ളിൽ സംശയങ്ങൾ കനത്തിരുന്നു. അമ്പാൻ പറഞ്ഞ കഥയുടെ സത്യാവസ്ഥ ബിബി പരിശോധിക്കുകയാണ്. കത്തിയെടുത്ത് ബിബി ആ വീടിന്റെ ഭിത്തിയുടെ ചുമർ ചെരുകി. അതിനുള്ളിൽ പണ്ട് ചേട്ടനെ കൊന്ന ശേഷം രംഗണ്ണൻ രക്തം പെയിന്റ് ചെയ്തത് വ്യക്തമായും കാണാമായിരുന്നു. അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോഴോ അവിടെ വിരിച്ച കാർപ്പറ്റിന് കീഴിൽ ഒരാളെ കുഴിച്ചിട്ടതിന്റെ ലക്ഷണങ്ങളൊക്കെയും കാണുന്നുണ്ട്. അമ്പാൻ പറഞ്ഞ കഥകൾ അത്രയും സത്യമാണ് എന്ന് ആ നിമിഷം മൂവർക്കും മനസ്സിലാവുകയാണ്. അവർ വല്ലാതെ ഭയക്കാൻ ആരംഭിക്കുന്നു. രംഗണ്ണൻ അവർ കരുതിയ പോലൊരു കോമഡി പീസ് അല്ലെന്നും സൈക്കോ സ്വഭാവമുള്ള ഒരു ഗ്യാങ്സ്റ്റർ ആണെന്നും അവർ തിരിച്ചറിയുന്നു. അതോടെ രംഗണ്ണനും ആ വീടും അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ തന്നെ അവരുടെ ഉള്ളിൽ ഭീതി നിറയ്ക്കാൻ തുടങ്ങുകയാണ്. അതിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ തീരുമാനിക്കും തോറും ഗ്യാങ്സ്റ്റർ സംഘത്തിന്റെ ഭാഗമായ തങ്ങളെയും മറ്റുള്ളവർ ഗ്യാങ്സ്റ്റേഴ്സായാണ് ചിന്തിക്കുന്നത് എന്നുകൂടി അവർ തിരിച്ചറിയുന്നു. രംഗണ്ണന്റെ കൂടെ നിന്നാൽ തങ്ങളും കൊലപാതകികളും ഗുണ്ടകളുമായി തീരുമോ എന്ന് ഭയന്നിയവർ അതോടെ ഒരു ദിവസം രംഗണ്ണനെ ഒന്നും അറിയിക്കാതെ അവിടം വിട്ട് ഒളിച്ചോടാൻ തീരുമാനിക്കുകയാണ്. വീട്ടിലേക്ക് പോയാൽ പ്രശ്നമാണെന്നുള്ളതുകൊണ്ട് കുറച്ചകലെയുള്ള ബിബിയുടെ കൂട്ടുകാരന്റെ അടുത്തേക്കായിരുന്നു അവർ മൂവരും പോയത്. അവർ അവിടെ സ്വസ്ഥമായി തങ്ങാൻ തുടങ്ങി. പക്ഷേ മറുവശത്ത് രംഗണ്ണനാകട്ടെ അവർ മൂവരെയും കാണാതെ വലിയ പ്രശ്നങ്ങൾ നഗരത്തിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. രംഗണ്ണനോട് പകയുള്ള റെഡ്ഡിയുടെ ആളുകളോ മറ്റോ അവർ മൂവരെയും വല്ലതും ചെയ്തതായിരിക്കും എന്നൊക്കെ ചിന്തിച്ച രംഗണ്ണൻ അവരുടെ ആളുകളെയൊക്കെ അടിച്ചൊതുക്കാൻ തുടങ്ങി. കുട്ടിയെയും സംഘത്തെയും മർദ്ദിച്ചു. വൈകാതെ ഈ വാർത്തകൾ ടിവിയിലൂടെ ഒളിച്ചു താമസിക്കുകയായിരുന്ന അജുവും ബിബിയും ശാന്തനും കാണുകയാണ്. തങ്ങൾ ഒളിച്ചോടിയാൽ രംഗണ്ണൻ തങ്ങളെ വിട്ടേക്കും എന്ന് ചിന്തിച്ച് അവർക്ക് തെറ്റിയിരുന്നു. തങ്ങൾ കാരണം കൂടുതൽ പ്രശ്നമുണ്ടാകുന്നു എന്നറിഞ്ഞതും രംഗണ്ണനെ വിളിച്ചുള്ള കാര്യം പറയുവാൻ ബിബി തീരുമാനിക്കുന്നു. രംഗണ്ണന്റെ കോൾ വരുമ്പോൾ ഭയന്ന് മറ്റുള്ളവർ കട്ട് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ബിബി ധൈര്യത്തോടെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. ബിബിയാണ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് കേൾക്കുന്നതും രംഗണ്ണൻ ക്ഷുഭിതനാകുന്നുണ്ട്. ചേട്ടാ, ഞങ്ങൾ വീട്ടിലേക്ക് വരാം, എന്നിട്ടെല്ലാം പറയാം എന്ന് പറഞ്ഞ് ബിബി ഫോൺ കട്ട് ചെയ്തു. ബിബി അത് പറഞ്ഞെങ്കിലും അജുവിനത് സമ്മതമായിരുന്നില്ല. അതോടെ അവർക്കിടയിൽ വലിയൊരു വാക്കുതർക്കം തന്നെ സംഭവിക്കുന്നു. അജുവാണ് ഒക്കത്തിനും തുടക്കം എന്ന് ബിബി ആരോപിച്ച് അവരോടും കൂടെ വരണം എന്ന് നിർബന്ധിക്കുകയാണ്. അങ്ങനെ രാത്രിയോടെ മൂവർ സംഘം അവരുടെ ആ പഴയ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങോട്ടേക്ക് രംഗ ഒറ്റക്കായിരുന്നു വരുന്നത്. രംഗ ബിബിയോടും മറ്റും അവരെന്ത് പണിയാ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ബിബി നിയന്ത്രണം വിട്ട് ദേഷ്യത്തിൽ തങ്ങളുടെ മനസ്സമാധാനം പോയി. ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. പഠിക്കാൻ വന്നതാ. ഇപ്പൊ ഒരു ബോംബിന് മുകളിൽ നിൽക്കുമ്പോഴാ നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും തോന്നുന്നത് ഞങ്ങൾ ഗുണ്ടകളോ കൊലപാതകികളോ ഒന്നുമല്ല എന്നൊക്കെ ബിബി അങ്ങ് പറയുകയാണ്. രംഗ ഇതൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ആദ്യമായിട്ട് തല്ല് കിട്ടിയതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാ നിങ്ങളെ കണ്ടതും അടുത്തതുമൊക്കെ. എല്ലാം മതിയായി, ഇതോടെ അവസാനിപ്പിക്കാം എന്ന് ബിബി പറയുമ്പോ വല്ലാത്തൊരു ഭാവത്തോടെ രംഗ അവനെ നോക്കി. വീണ്ടും ബിബി പറയാൻ തുടങ്ങിയപ്പോ ബിബിയുടെ സംസാരം സ്റ്റോപ്പ് ചെയ്ത രംഗ പഴയ ഭിത്തിക്ക് നേരെ തിരിഞ്ഞു നിന്നു. അമ്പാനെ വിളിച്ച് എത്രയും വേഗം നമ്മുടെ ആളുകളുമായി പഴയ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ശേഷം അമ്മ പോയപ്പോഴും ചേട്ടൻ ചതിച്ച് പിന്നിൽ നിന്ന് കൊത്താൻ വന്നപ്പോഴും എങ്ങനെ നിന്നോ അതുപോലെ അതേ ഭിത്തിയിലേക്ക് നോക്കി രംഗ നിൽക്കാൻ ആരംഭിച്ചു. ബിബിയും മറ്റുള്ളവരും അടുക്കളയിലേക്ക് ചെന്നു. അവിടെ വെച്ച് ഭീതിയോടെ ഓരോന്ന് പറയാൻ തുടങ്ങി. എന്തെങ്കിലും ചെയ്യണം എന്ന ഘട്ടം വന്നപ്പോ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് രംഗയെ കൊല്ലുന്നതായിരിക്കും എന്ന തരത്തിലേക്കൊരു വാദം പോലും ബിബി ഉന്നയിച്ചു. ബിബി വെട്ടുകത്തിയെടുത്ത് കയ്യിൽ പിടിച്ചു. ഈ സമയം ഒരു കാര്യം വ്യക്തമാവുകയായിരുന്നു. പണ്ടും ഇപ്പോഴും ഭിത്തിയിലേക്ക് നോക്കി നിന്നിരുന്ന രംഗയുടെ മുഖം ആരും കണ്ടിരുന്നില്ല. യാഥാർത്ഥ്യത്തിൽ ആ മനുഷ്യൻ അപ്പോഴൊക്കെയും താൻ ഒറ്റപ്പെടുകയാണല്ലോ, എല്ലാവരും തന്നെ ഉപേക്ഷിക്കുകയാണല്ലോ, താൻ ചതിക്കപ്പെടുകയാണല്ലോ എന്ന വേദനയിൽ കരയുകയായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ രംഗ ഒരു നല്ല മനുഷ്യനായിരുന്നു. സ്നേഹം കൊതിച്ചിരുന്ന, ഏവരെയും സ്നേഹിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യൻ. അന്നും കുട്ടികൾ അയാളെ തള്ളിപ്പറഞ്ഞപ്പോൾ രംഗ കരയുകയായിരുന്നു. ആ സമയമാണ് കിച്ചണിലുണ്ടായിരുന്ന ബിബിക്ക് ഒരാശയം തോന്നുന്നത്. പേഴ്സിൽ നിന്നും അവനൊരു കാർഡ് എടുത്തു. പണ്ട് രംഗയുടെ എതിരാളി പഴയ രംഗയുടെ ലീഡറായ റെഡ്ഡി അവരെ തട്ടിക്കൊണ്ടുപോയിരുന്നു. രംഗ തന്റെ വൈറ്റ് ആൻഡ് വൈറ്റ് ഐഡന്റിറ്റി മോഷ്ടിച്ചെന്നും അതിന് തനിക്ക് പ്രതികാരം ചെയ്യണമെന്നും എന്തെങ്കിലും ഘട്ടം വന്നാൽ തന്നെ വിളിക്കണം എന്നും പറഞ്ഞ് അന്ന് റെഡ്ഡി അവർക്ക് കൊടുത്ത കാർഡായിരുന്നു അത്. രംഗയെ കൊല്ലാൻ ഉറപ്പിച്ചിരുന്ന അവർ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന അവർ അവിടെ നിന്നും റെഡ്ഡിയെ വിളിച്ച് രംഗ തനിച്ചുള്ള കാര്യം അറിയിക്കുകയാണ്. അതോടെ റെഡ്ഡിയും സംഘവും വീട്ടിലേക്ക് പാഞ്ഞെത്തി. രംഗത് നോക്കിക്കണ്ടു. കുട്ടികൾക്ക് വല്ലതും പറ്റോ എന്ന് പേടിച്ച രംഗ അവരാണ് വിളിച്ചതെന്നറിയാതെ അവരെ സുരക്ഷിതരാക്കാൻ ശ്രമിച്ച ശേഷം വീടിന്റെ വാതിലടച്ച് പുറത്തേക്കിറങ്ങി ചെന്നു. റെഡ്ഡിയുടെ ആളുകൾ രംഗയെ അടിക്കാൻ തുടങ്ങി. അടിച്ച് താഴെയിട്ടു. അമ്മയോർത്ത് തല്ലില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്ന രംഗ അവരെ തിരിച്ചടിക്കുന്നില്ല. അപ്പോഴാണ് റെഡ്ഡി ആ വീടിന്റെ ബാൽക്കണിയിൽ വന്നു നിൽക്കുന്ന കുട്ടികളെ നോക്കിക്കൊണ്ട് എന്നെ വിളിച്ച് അറിയിച്ചതിന് നന്ദി എന്ന തരത്തിൽ അവരോട് പറയുന്നത്. അത് കേട്ടതും കുട്ടികൾ തന്നെ
ചതിച്ചുവെന്ന് രംഗ തിരിച്ചറിയുകയാണ്. താൻ അത്രമേൽ സ്നേഹിക്കുന്ന അവർ തന്നെ ചതിച്ചു എന്നത് രംഗയ്ക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. പണ്ടും കൂടെയുള്ളവരെല്ലാവരും രംഗയെ ഉപേക്ഷിച്ചിട്ടേയുള്ളൂ, ചതിച്ചിട്ടേയുള്ളൂ. ദുഃഖത്തോടെ രംഗ എഴുന്നേറ്റ് നിന്നു. ഉള്ളിൽ വെറി പൂണ്ടിരുന്നു. പിന്നെ അവിടെ നടക്കുന്നത് പഴയ രംഗയുടെ ഫൈറ്റാണ്. നിന്ന നിപ്പിൽ എത്ര പേർ വന്നാലും ഇടിച്ചിടുന്ന രംഗ, ആളുകൾക്ക് മുകളിലൂടെ ചവിട്ടിക്കയറി എതിരാളിയെ കൊലപ്പെടുത്തുന്ന രംഗ, റെഡ്ഡിയുടെ ആളുകളെ മുഴുവൻ ഇടിച്ചിട്ട് റെഡ്ഡിയെ തന്നെ രംഗ കൊലപ്പെടുത്തി കളയുകയാണ്. ഇത് കണ്ട് 3 പയ്യന്മാരും വലിയ തോതിൽ ഭയപ്പെടുന്നുണ്ട്. റെഡ്ഡിയെ കൊന്ന ശേഷം വൈറ്റ് ഷർട്ട് ഊരി അയാളുടെ മേത്തേക്കിട്ട് നിന്റെ ഐഡന്റിറ്റിയാണെന്നല്ലേ പറഞ്ഞേ, എനിക്കെങ്ങും വേണ്ട എന്ന് പറഞ്ഞ് രംഗ അലറി വിളിക്കുന്നു, ഒരു ഭ്രാന്തനെ പോലെ. അത് കണ്ട് 3 പയ്യന്മാരും വിറയ്ക്കുകയാണ്. രംഗ പിന്നാലെ അവരെ കൊല്ലുവാൻ വീടിനുള്ളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴേക്കും രംഗയുടെ ആളുകളും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. വീടിനകത്ത് കയറിയ രംഗ വാതിലടച്ചതുകൊണ്ട് രംഗയുടെ ആളുകൾക്കകത്ത് കയറാൻ പറ്റുന്നില്ല. പയ്യന്മാർ പേടിച്ച് മറഞ്ഞിരിക്കാനും റൂമിനുള്ളിൽ ഒളിച്ചിരിക്കാനും ഒക്കെ തുടങ്ങി. ഇതിനിടയിൽ രംഗത്തിന്റെ ഫീലിങ്സ് പറയുന്നുണ്ട്. കള്ളിനും പണത്തിനും വേണ്ടിയാ എല്ലാവരും രംഗയുടെ കൂടെയുള്ള, സ്നേഹത്തിനു വേണ്ടി ആരാ രംഗയുടെ കൂടെയുള്ളത്? അത് കേട്ട് അമ്പാൻ പിണങ്ങി നിൽക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ പോലും ആരും എന്നെ ലൈക്ക് ചെയ്യുന്നില്ല. കുറെ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ഒപ്പമാ ഞാനല്പം സന്തോഷത്തോടെ ഇരുന്നത്. ആ നിങ്ങൾ എന്നെ വല്ലാതെ വിട്ടിയാക്കി കളഞ്ഞു. രംഗയുടെ ഉള്ളിൽ ദുഃഖവും ദേഷ്യവും പുകയുന്നുണ്ടായിരുന്നു. ഒടുവിലൊരു ഘട്ടത്തിൽ മുറിയിൽ വാതിലടച്ച് കയറി പേടിച്ചിരുന്ന കുട്ടികളെ കൊല്ലുവാൻ വാതിൽ കോടാലുകൊണ്ട് കൊത്തിപ്പൊളിച്ച് രംഗ അകത്ത് കയറാൻ നിന്നു. അജുവും ബിബിയും ശാന്തനും വല്ലാതെ ഭയന്നിരുന്നു. പെട്ടെന്ന് ബിബിയുടെ ഫോൺ റിങ് ചെയ്തു. പുറത്തു കിടന്ന ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നത് അമ്മയായിരുന്നു. രംഗ ഫോൺ ചവിട്ടിപ്പൊട്ടിക്കാൻ കാലുയർത്തിയെങ്കിലും അമ്മ കോൾ ചെയ്യുന്നു എന്ന് കണ്ടതും രംഗക്കതിന് സാധിച്ചില്ല. രംഗ കോൾ എടുത്തു. രംഗയുടെ ഉള്ളിൽ അമ്മയോട് വലിയ സെന്റിമെന്റ്സ് തന്നെയുണ്ട്. ദേഷ്യം പിടിച്ച് വിറളി പൂണ്ടിരുന്ന രംഗയോട്, മോനെ ഇത് രംഗമോനല്ലേ, മോൻ ഹാപ്പിയാണോ എന്ന് പതിവ് പോലെ അമ്മ ചോദിക്കുകയാണ്. അടുത്ത ചോദ്യം ബിബി മോൻ ഹാപ്പിയാണോ എന്നായിരുന്നു. ഭയന്നിരിക്കുന്ന ബിബിയെയും മറ്റും വെട്ടിപ്പൊളിച്ച ഡോറിനുള്ളിലൂടെ രംഗ നോക്കിക്കാണുന്നുണ്ട്. ഗൗരവത്തിൽ തന്നെ ബിബി മോൻ ഹാപ്പിയാണ് എന്ന് രംഗ പറയുന്നു. മോനെ അവനെ ശ്രദ്ധിച്ചോണേ, അവന്റെ പരീക്ഷയൊക്കെ വരുക എന്ന് പറയുന്നത് രംഗ മൂളി കേൾക്കുന്നു. ശ്രദ്ധിച്ചോളാം എന്ന് കനപ്പിച്ച് രംഗ പറയുന്നുമുണ്ട്. അമ്മ വിളിച്ചതുകൊണ്ട് മാത്രം 3 പയ്യന്മാരും രംഗയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നു. അവരെ കൊണ്ട് സോറി പറയിപ്പിച്ച് രംഗ അവരെ വെറുതെ വിടുകയാണ്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം 3 പേരുടെയും പരീക്ഷാ റിസൾട്ട് വന്നു. അജുവും ബിബിയും ഓരോ വിഷയത്തിന് പരാജയപ്പെട്ടപ്പോ ശാന്തിനും ഒക്കത്തിനും ജയിച്ചിരുന്നു. അവർ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് വെളിയിലേക്ക് നടന്നു വരുമ്പോൾ കാണുന്നത് അവരെയും കാത്തു നിൽക്കുന്ന അംബാനെയും സംഘത്തെയുമാണ്. അംബാൻ അണ്ണ എന്ന് വിളിച്ചു. രംഗ തിരിഞ്ഞു നോക്കി. ഐഡന്റിറ്റി തന്നെ രംഗ മാറ്റിയിരുന്നു. വൈറ്റ് ആൻഡ് വൈറ്റ് ഉപേക്ഷിച്ച് ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലേക്ക് വലിയൊരു മാറ്റം രംഗയ്ക്ക് വന്നിരുന്നു. രംഗ മുന്നിലേക്ക് വന്നു നിന്നു. തന്റെ ആളുകളോട് ടൂൾസ് എടുക്കാൻ പറഞ്ഞു. അവർ ഷർട്ടിനുള്ളിൽ നിന്നും ഒളിപ്പിച്ച ടൂള് പുറത്തെടുത്തു. അത് ചൂരലായിരുന്നു. അത് കണ്ടതും പേടിച്ച് 3 പയ്യന്മാരും ഓടാൻ തുടങ്ങി. രംഗയുടെ നിർദ്ദേശം കിട്ടിയതും രംഗയുടെ ആളുകൾ അവരുടെ പിന്നാലെ ചൂരലുമായി ഓടിച്ചെന്നു. പരീക്ഷയ്ക്ക് തോറ്റതിന് അവർക്കുള്ള ശിക്ഷ കൊടുക്കുവാൻ അമ്മ പറഞ്ഞിട്ടുള്ളതാണല്ലോ. പരീക്ഷാ കാര്യങ്ങളടക്കം എല്ലാം നല്ല രീതിയിൽ നോക്കണമെന്ന് അവരുടെ ഗാർഡിയനായി അവർക്ക് പിന്നാലെ ഓടുന്ന രംഗയുടെ ദൃശ്യത്തോടെ ആവേശമെന്ന രസകരമായ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.